പൊട്ടിക്കും. ഇത് പൊളിക്കും. ഞാൻ കാര്യം പറയട്ടെ, ഒരു കോമഡി അതെ. ജപ്പാൻ, ലുഡിയാന തുടങ്ങിയ രാജ്യങ്ങൾ, കൊഴിയാനല്ല ലുഡിയാന, ജപ്പാൻ, ലുഡിയാന തുടങ്ങിയ രാജ്യങ്ങളിൽ സഞ്ചരിച്ച തല അജിത്തിനോട് ഒരു ആരാധകൻ വിളിച്ചൊരു കുശലാന്വേഷണം. തല കറക്കം എങ്ങനെയുണ്ട്? ഇനി ഇമ്മാര് വളിച്ച കോമഡി പറഞ്ഞ നിന്റെ കാലേ വാരി ഞാൻ നിരത്തടിക്കും. ഒരു കോമഡി എന്തെങ്കിലും ആഗ്രഹിച്ച ലോകം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു പട്ടിക്കുഞ്ഞു പോലും കൂടെ നിൽക്കുന്നില്ല. ഈശ്വര, എന്നാ ഞാൻ മറ്റേത് ഇരട്ടെ. നീ ഇട്ടിട്ടില്ലേ? അതല്ല, മറ്റേ കോമഡി പറയട്ടെ. പറഞ്ഞോ, കുറച്ച് ദൂരം നിങ്ങൾ പറഞ്ഞാ മതി. അതെന്തെ ഇടയുണ്ടോ സോഷ്യൽ ഡിസ്റ്റൻസിങ്? പോലെ നീ എന്തിനാണ് ഈ വളിച്ച കോമഡിക്ക് എഴുതി വെക്കുന്നേ? അതായത് മഴവിൽ മനോരമയിൽ ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ചിരി ചിരി പ്ലംബർ ചിരി. പ്ലംബർ അല്ല, വാച്ച്മാൻ. എടാ, ഒരു ചിരി, ഇരുചിരി, ബ്ലണ്ടർ ചിരി. അതിന് 3 ആളുണ്ട്. ഓരെ ചിരിപ്പിച്ച ഇഷ്ടം പോലെ പൈസ കിട്ടും. 3 ആളെയല്ലോ, പിന്നെ 4 ആളുണ്ടല്ലോ. 4 ആളാണ്. എടാ, തൊപ്പിയെല്ലാം വെച്ചാ മറ്റേ ഇവനില്ലേ, അവനെ ചിരിപ്പിച്ച ഉണ്ട കിട്ടും. എടാ പിന്നെ അതായത് നീ ഈ കോമഡി, എന്റെ ഈ കോമഡി ഇല്ലേ, ഈ കോമഡി പറഞ്ഞാൽ അവര് 3 ആളല്ല 30,000 ആൾക്കാർ ചിരിക്കും. കേരളം മൊത്തം നിന്ന് ചിരിക്കും മോനെ. ഞാൻ നിന്ന് ചിരിക്കണോ? നീ ഇരുന്ന് ഇരിച്ചാ മതി. ഓക്കെ, അപ്പൊ അടുത്ത കോമഡി പറയാ. ഇത് ഞാൻ ഏത് സമയത്തില്ലേ ചിരിച്ചൊരു ഭാഗ്യേനി. ഓക്കെ, കളി കഴിഞ്ഞ് വന്ന ഭർത്താവിനോട് ഭാര്യ. നാടകം കളി കഴിഞ്ഞ് വന്ന ഭർത്താവിനോട് ഭാര്യ, താങ്കളുടെ വയറിന്നും വീർത്തിട്ടുണ്ടല്ലോ, താങ്കൾ ഇന്നും കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ ഭർത്താവ്, ഞാനിത് നാടകം കളിക്കുമ്പോൾ 2-3 സംഭാഷണം വീഴി, അതാണ് വയറ് വീർത്തിരിക്കുന്നത്. എനിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? ഞാൻ എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വൈറസ് ആവണം. അത് നീ ഓൾറെഡി ആണല്ലോ. വൈറലാവണം, എന്നിട്ട് പൈസക്കാരനാവണം. തന്നെ പണിയെടുക്കാൻ പറ്റത്തില്ല. തന്നെ ഇതൊക്കെ പെട്ടെന്നും വേണം. തന്നളിയാ തന്നെ. നീ കിടന്ന് വന്ദനം കളിക്കേണ്ട കാര്യം പറ. എനിക്ക് ഈ നേഴ്സുമാരെ ഡ്രസ് ഇട്ടിട്ട് ഡാൻസ് കളിക്കാൻ പറ്റുമോ? വേർപ്പിന്റെ അസുഖം നടക്കൂല. അതായത് ഈ വൃക്കയില്ലാത്ത പാവങ്ങൾക്ക് പല്ല് കൊടുത്തും, പല്ലില്ലാത്തവർക്ക് പരിപ്പോട കൊടുത്തും, ടച്ചിങ്സ് ഇല്ലാത്തവർക്ക് അച്ചാറ് കൊടുക്കും, ഇങ്ങനെ ഒന്നുമില്ലാത്ത പാവങ്ങൾക്ക് എല്ലാം വാരിക്കോരി കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന രാഷ്ട്രീയക്കാരൻ. അതുക്കും മേലെ നന്മമരം. ഇന്നു മുതൽ നീ സുമേഷ് നന്മമരം. അയ്യോ, ഞാൻ നിന്റെ കൂടുതൽ ഉണ്ടാവൂലേ, ഞാൻ വിളിക്കുമ്പോ നീ ഇങ്ങനെ വന്നാ മതി തലയെ കാട്ടിയിട്ട്. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നാട്ടിന്റെ കണ്ണിലുണ്ണി, നമ്മുടെ രോമാഞ്ച കഞ്ചുകം സുമേഷ് നന്മമരം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഇങ്ങോട്ടേക്ക് സ്വീകരിക്കാം. ഒരു കാര്യം കൂടി, ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല ഞങ്ങളുടെ ഇക്ക. പവങ്ങടേപ്പട്ട് തലവൻ തെങ്ങും പറമ്പിൽ സുമേഷ് തെങ്ങും പറമ്പിൽ. ജോയിന്റെ കൊടി തൊരേനാഥൻ തെങ്ങും പറമ്പിൽ സുമേഷ് തെങ്ങും പറമ്പിൽ. ഇതാണ് നമ്മുടെ നന്മമരം സുമേഷ് തെങ്ങും പറമ്പിൽ.